ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മാസ്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഇപ്പോൾ റിലീസിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മാർക്കോ കീർക്കോ ഒന്നല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിൻ്റെ രീതിയിൽ അത് വിജയിച്ചു, അതിൻ്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ, മറ്റേ ഈ പടവും വിജയിക്കണേ, ഞങ്ങളുടെ പടവും വിജയിക്കണേ, എല്ലാ പടവും വിജയിക്കണേ. ഇൻട്രസ്റ്റിലെന്ന് പോലും നിങ്ങൾക്കിങ്ങനെ ഈ തോക്കും പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റും. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതെല്ലാം പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഇത് വിജയിക്കണം എന്ന് അതിനകത്ത് അതിറങ്ങിയെന്ന് പറഞ്ഞ് നമ്മളിപ്പം അതിറങ്ങിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ആ പടം ഇറങ്ങി, അപ്പോൾ അത് മേടിച്ച് അത് കാരണം നമ്മൾ വിജയിക്കുകയില്ല. അപ്പോൾ നമുക്ക് 2 മാസം മാറ്റാം. ആ 2 മാസം കഴിഞ്ഞ് മാറ്റുമ്പോൾ വേറെ ഇതിലും വലിയൊരു പടം വന്നാലോ. അപ്പോൾ ഈ പുള്ളി മാറ്റിക്കൊണ്ടിരുന്ന മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അത് ഇറങ്ങും. നമ്മൾ ജനങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിജയിക്കാൻ വേണ്ടി. അതേ ഉള്ളൂ. അങ്ങനെയല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ വേറെ പടം ഇറങ്ങിയെന്ന് പറഞ്ഞ് ഭീഷണിയും മറ്റേ നമുക്ക് ഇതെല്ലാം ഉണ്ടായ സിനിമ അല്ലല്ല. അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നത്. പടം നല്ലതാണ് കാണുന്നത്. പടം നല്ലതായിരിക്കണം. ഈ ഇറങ്ങുന്ന ഒരാൾ കണ്ടിട്ട് അങ്ങനെയല്ലേ. അല്ലാതെ നമ്മൾ ഒരു കണ്ണടച്ച് പിടിച്ചേച്ച് ആ പടം കൊള്ളാവോ, ആ പടം നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഔട്ടെടുത്ത് കൊടുത്തേച്ച് മറ്റുള്ളവർ പബ്ലിസിറ്റി വരും. ആരെങ്കിലും കാണും. കണ്ടു കഴിഞ്ഞിട്ട് മോനോട് ഒന്ന് പറയുന്നു ആ പടം കൊള്ളാൻ കിട്ടും. അപ്പോൾ മോനൊന്ന് കാണാൻ തയ്യാറാവുന്നു, മോൻ 2 പേരോട് പറയുന്നു. അങ്ങനെയല്ലേ പബ്ലിസിറ്റി പോകും. ഇപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളൊക്കെ ഇല്ലേ, പടം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം പറയില്ല, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക. കൊള്ളാവുന്ന പടത്തിന് കൊള്ളില്ല എന്ന് നിങ്ങളാക്കരുത്, കൊള്ളില്ലാത്ത പടത്തിന് കൊള്ളാവുന്ന ആക്കരുത്. അവിടെ കാണിക്കുന്ന മാധ്യമ പ്രവർത്തനം അങ്ങനെ ആയിരിക്കണം, കറക്റ്റായിരിക്കണം പറയുന്നത് ഇല്ല. അതിനൊക്കെ വിമർശനം എന്തോരം ഉണ്ടായത് തലയും കയറി അതിനെ കൊള്ളില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതെന്ന് തന്നെ പറഞ്ഞു. നല്ലതാണ് ചെയ്തു വെച്ചിരുന്നു, നമുക്കൊരു ബോധ്യമുണ്ട്, അത് സമർപ്പിക്കുക. അത് നിങ്ങളെ പോലുള്ള ഒരു വിമർശനം വരുവാണെങ്കിൽ വിമർശിച്ച് കൂടെ ചെയ്തേക്കണം. അതേ ഉള്ളൂ. പേടിയൊന്നുമില്ല. എന്തിനാ പേടിക്കുന്നത്? ആരെ പേടിച്ചു? ഏതെന്ന് അയ്യോ അതൊന്നും പറയാൻ എനിക്ക് അറിയാൻ പറ്റില്ല. സാറ്റലൈറ്റ് വാല്യൂ സ്റ്റാർ വാല്യൂ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. നമ്മളെ പോലെ നമ്മളെ വിളിച്ചു ഒരു 5 ദിവസം വിളിച്ചു 10 ദിവസം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന്നിട്ട് ആദ്യം തന്നെ അവരോട് സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടോ സ്റ്റാർ വാല്യൂ ഉണ്ടോ ഞാൻ തിരക്കാറുണ്ട്. ഞാൻ ചില്ലറ മേടിക്കും, എൻ്റെ വീട്ടിൽ കൂടെ അരി മേടിക്കും. ആ പരിപാടിയാണ്. അത് എൻ്റെ ആധികാരികത അവിടെ അറിയാം. അത് പ്രൊഡ്യൂസറോട് ചോദിക്കേണ്ടി സിനിമയെ സംബന്ധിച്ച് നമ്മളോട് ചോദിച്ചു. അങ്ങനെ ചോദ്യം കാട്ടുപടി ചോദ്യം നീ നല്ല സ്റ്റൈലായിട്ട് ചോദിക്കണം, എനിക്ക് അറിയാൻ പാടാതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറിയെ സംബന്ധിച്ച് മലയാള സിനിമയിൽ ഇവർ 2 പേരും ഇതിനകത്ത് ആ സ്റ്റോറി അതാണ് ഏറ്റവും പ്രധാന. അതുകൊണ്ടല്ലേ ഇതിന് വരാതിരുന്നത്. അവിടുന്ന് വരാൻ എന്തായാലും നിവൃത്തി വേണ്ടേ. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നു എന്താ ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട് 2 ദിവസം കുട്ടികളെ പോകും. അവിടെ ഒന്നും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ? അതായത് കഴിഞ്ഞാൽ വല്ല കോമ്പറേഷനൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തൊരു ദുഃഖമുണ്ട്. പക്ഷേ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്യ സംസ്ഥാനം പണം ചെയ്യുന്നു, വലിയൊരാളുടെ കൂടെ സിനിമ ചെയ്യുന്നു. അപ്പം അതിനുള്ള സന്തോഷമുണ്ട്. ഈ ദുഃഖം അവിടെയുള്ള സന്തോഷിച്ചു വരുന്നു. ഞാൻ തമിഴ് സിനിമ എന്ത് ചെയ്തു നീ കണ്ടില്ലേ? ഞാൻ നയൻതാരയുടെ കൂടെ പടം ചെയ്തിരിക്കാനോട് അതിൽ അപ്രോച്ച് ചെയ്തില്ലേ? ഞാൻ അപ്രോച്ച് ചെയ്ത പടം പറയണോ? ആ വലിയ പടമാണ് ഓക്സിജൻ. ഞാൻ കൊറോണ സമയത്ത് നീ ഉണ്ടോ? അപ്പോൾ അതങ്ങനെ. പിന്നെ അത് കൂടാതെ ഇപ്പം 3-4 അപ്രോച്ച് നടന്നിട്ട് നമ്മൾ ഇവിടെ അപ്രോച്ച് കൂടുതലായതുകൊണ്ട് അതെടുക്കാൻ പറ്റാതെ നമ്മളങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുക. അതാണ് സംഭവം. നീ അറിയാതെ ചോദിച്ചു. ഓക്കെ അച്ഛനിട്ടുള്ളൂ കേട്ടോ. ഇനി എന്നെ കഴിക്കാറ്.